ആറാഴ്ചത്തെ വെടിനിർത്തൽ കാലത്ത് ഇറാൻ എന്ത് ചെയ്യുകയായിരുന്നു? അമേരിക്കൻ രഹസ്യ അന്വേഷണ വിഭാഗം ആലോചിച്ചു. അവർ കണ്ടെത്തിയ ഉത്തരം ഞെട്ടിക്കുന്ന ഉത്തരമാണ്. ഇറാൻ ഈസ് റീകൂപ്പറേറ്റിംഗ്. അതായത് ഇറാൻ നടുവൊടിഞ്ഞ് ആയുധങ്ങളില്ലാതെ വല്ലാത്ത ഒരു ക്ഷീണ അവസ്ഥയിലായിരുന്നു എന്ന ആദ്യ നിഗമനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഇറാൻ അതിശക്തമായി തിരിച്ചു വരുന്നു. ഇറാൻ്റെ ആയുധപ്പുരകൾ വീണ്ടും നിറയുകയാണ്. ഇറാൻ ഈ 6 ആഴ്ച സമയം തേനീച്ച കഠിനാധ്വാനം ചെയ്ത് തേൻ ശേഖരിക്കുന്നത് പോലെ ആയുധങ്ങൾ വീണ്ടും ശേഖരിച്ചു. നമുക്കറിയാമല്ലോ, മനുഷ്യൻ തേൻ എടുത്തുകൊണ്ട് പോയാലും തേനീച്ചകൾ വീണ്ടും അധ്വാനിച്ച് തേൻ ശേഖരിച്ച് അവരുടെ കൂടുകൾ നിറയ്ക്കാറുണ്ട്. അതുപോലെ ഇറാൻ വീണ്ടും നിറയ്ക്കുന്നു. അവർ കാരണം അന്വേഷിച്ചു പോയപ്പോൾ എത്തി നിൽക്കുന്ന 3 കാരണങ്ങളാണ്. ഒന്ന്, ഇറാൻ ഹാസ് എ ഡീസെൻട്രലൈസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ആഴ്സണൽ, വെപ്പൺസ്, ഓർഡിനൻസസ്. ഇതെല്ലാം അതീവ വികേന്ദ്രീകൃതമായിട്ടാണ് സംഭരിക്കുന്നത്. ഇപ്പം നമുക്ക് അറിയാമല്ലോ, ഇറാൻ്റെ യുദ്ധ എഫേർട്ട് തന്നെ 31 പ്രവിശ്യകളിലും 31 ഇൻഡിപെൻഡൻറ്റ് കമാൻഡേഴ്സാണ്. ഒരു യൂണിഫൈഡ് കമാൻഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ആ സെൻട്രൽ കമാൻഡിനെ പരാജയപ്പെടുത്തിയാൽ രാജ്യത്തെ മുഴുവൻ പരാജയപ്പെടുത്താൻ കഴിയും. ഇറാഖിൽ സംഭവിച്ചത് അതാണ്. 90കളുടെ ആദ്യം ഇറാഖിലെ ഗൾഫ് യുദ്ധം, അതായത് ഗൾഫ് യുദ്ധം 1, കുവൈറ്റ് യുദ്ധം കൂടി പറയുന്ന യുദ്ധത്തിൽ സദ്ദാം ഹുസൈനെ അമേരിക്കൻ ഫോഴ്സസിന് അല്ലെങ്കിൽ നെറ്റോ ഫോഴ്സസിന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് ഒരു സെൻട്രലൈസ്ഡ് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ്. അത് തകർന്നു കഴിഞ്ഞാൽ പിന്നെ സദ്ദാം ഹുസൈൻ കീഴടങ്ങുക. 2003 സംഭവിച്ച അതാണ്. ഇറാഖിലെ അന്തിമ യുദ്ധത്തിൽ സദ്ദാം ഹുസൈനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് ഇറാഖിൻ്റെ ആ ഒരു കേന്ദ്രീകൃതമായ അവസ്ഥയാണ്. ഇതിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ടാണ് ഇറാൻ പൂർണ്ണമായി വികേന്ദ്രീകൃതമായ ഒരു ഡിഫൻസ് കേപ്പബിലിറ്റിയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. വാർ എഫേർട്സ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഉന്നതരായ 48 പേരെ 1-ാം മണിക്കൂറിൽ തന്നെ ഫെബ്രുവരി 28, 2026 വധിക്കാൻ കഴിഞ്ഞുവെങ്കിലും ഇറാൻ്റെ സംവിധാനം വാർ മെഷീൻ എടുത്ത് തകരാതെ നിന്നത് അതുകൊണ്ടാണ്. ആ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി ആലോചിക്കൂ. ഇറാൻ ഹാസ് എ ഡീസെൻട്രലൈസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് വെപ്പൺസ്. അതായത് ആയുധങ്ങൾ ഏത് ഭാഗത്താണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, നഷ്ടപ്പെട്ടാൽ അവിടെ തന്നെ ആയുധങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയും. അതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഘടകങ്ങൾ ഇൻഡിജിനസ് ഘടകങ്ങളാണ്. ഇൻഡിജിനസ് എൻജിനീയറിംഗ് ആണ്. ഇറാൻ ഇറക്കുമതി ചെയ്യുന്ന എൻജിനീയറിംഗ് അല്ല. ചൈനീസ് നിർമ്മിതമായ ചില മിസൈലുകളുണ്ട്, ചൈനീസ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, റഷ്യൻ ടെക്നോളജി കടമെടുത്തതുണ്ട്, ഒക്കെയാണ്. പക്ഷേ ഇൻഡിജിനസ്, ഇറാനിൽ തന്നെ വികസിപ്പിച്ചെടുത്ത, അവർ തന്നെ സ്ഫുടം ചെയ്തെടുത്ത ടെക്നോളജി അതത്ര അഡ്വാൻസ് ആയിരിക്കില്ല. അമേരിക്കൻ മിസൈലിൻ്റെ അത്രയും അഡ്വാൻസ് ആയിരിക്കില്ല. പക്ഷേ ഇറാൻ്റേതായ ഒരു എൻജിനീയറിംഗ് സിസ്റ്റമുണ്ട്, ടെക്നോ സിസ്റ്റമുണ്ട്. അതും വികേന്ദ്രീകൃതം തന്നെയാണ്. അതുകൊണ്ട് ടെഹ്റാനിൽ ഉത്പാദിപ്പിച്ച് അങ്ങ് അകലെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതതിടങ്ങളിൽ ഉത്പാദനം, ലോക്കലൈസ്ഡ് ടെക്നോളജി അവൈലബിൾ ആണ്. മൂന്നാമത്തെ പ്രത്യേകതയാണ് സാധാരണ കൊമേഴ്ഷ്യൽ ഘടകങ്ങൾ. ഇവിടെയും കിട്ടുന്ന ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇംപ്രൊവൈസ് ചെയ്ത ഒരു വെപ്പൺ മാനുഫാക്ചറിങ് സിസ്റ്റമാണുള്ളത്. സാധാരണ നമ്മൾ പലപ്പോഴും ഈ ഘടകങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം നമുക്കുണ്ടാവും, ഇന്ത്യക്ക് ഉൾപ്പെടെ. പക്ഷേ അതിൻ്റെ നിർണായകമായ ചില ഘടകങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും, സോഴ്സ് ചെയ്യേണ്ടി വരും, വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരും. കടുത്ത ഉപരോധമുണ്ടെങ്കിൽ ഒരു ഇറക്കുമതി നടക്കില്ല. ഇത് മുൻകൂട്ടി ഇറാൻ അറിയാമായിരുന്നു. കടുത്ത ഉപരോധം നേരിടേണ്ടി വരുമെന്നതുകൊണ്ട് മുൻകൂട്ടി തന്നെ അവർ ആയുധങ്ങൾ വീണ്ടും നിറയ്ക്കേണ്ട ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് ഇതെല്ലാം തന്നെ ചിന്തിച്ചുറപ്പിച്ച് അതീവ വികേന്ദ്രീകൃതമായി ലോക്കൽ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇൻഡിജിനസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ അമേരിക്കൻ എസ്റ്റിമേറ്റ്സ് അനുസരിച്ച് ഇറാൻ്റെ കൈവശം ഉണ്ടായിരുന്ന, യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്, ഡ്രോണുകളെയൊക്കെ മാറ്റി നിർത്തിയാൽ ഇറാൻ ഉണ്ടായിരുന്ന ഏതാണ്ട് 3000 ബാലിസ്റ്റിക് മിസൈലുകളാണ്. അതിൽ 1500ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നുകിൽ ഉപയോഗിക്കപ്പെട്ടു, അല്ലെങ്കിൽ തകർക്കപ്പെട്ടു. മിസൈൽ സിറ്റീസ് എന്നൊക്കെ പറയുന്ന വലിയ കേന്ദ്രങ്ങളുണ്ട്, അണ്ടർഗ്രൗണ്ട് കേന്ദ്രങ്ങളാണ്. അതിൽ ചിലതൊക്കെ തകർത്തു എന്നാണ് അമേരിക്ക ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ പൂർണ്ണമായ സ്ഥിരീകരണമില്ല എന്നുകൂടി ഓർക്കണം. കുറേയൊക്കെ നശിച്ചു കാണാം. പക്ഷേ ഇപ്പോഴും അമേരിക്കൻ ഇൻ്റലിജൻസ് പറയുന്നത് 1500ഓളം മിസൈലുകൾ ഇറാനിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. ഇതിന് പുറമെയാണ് ചില ക്രൂസ് മിസൈലുകൾ. 2000-ലധികം ലോഞ്ച് പാഡുകൾ, ഇതെല്ലാം തന്നെ മൊബൈൽ ലോഞ്ച് പാഡുകളാണ്, ഇപ്പോൾ ഇറാനിൽ ഉണ്ട്.
അത് പലതിൻ്റെയും എപ്പ് തിരിഞ്ഞു പോയതാണ്. കാരണം ആക്രമണത്തിൽ ഇതൊക്കെ വലിയ ട്രക്കുകളിലാണല്ലേ ലോഞ്ച് സിസ്റ്റം ഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മിസൈലുകൾ ഘടിപ്പിക്കുന്നത്. ഈ ഏതെങ്കിലും ഗുഹയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ട്രക്കുകൾ പെട്ടെന്ന് വെളിയിലേക്ക് വരികയാണ്, പെട്ടെന്ന് ആ ക്യാമഫ്ലാഷ് എല്ലാം മാറ്റിയിട്ട് മിസൈൽ പെട്ടെന്ന് ലോഞ്ച് ചെയ്യുകയാണ്, അത് ആ സ്പോട്ടിൽ നിന്ന് മാറുകയാണ്. അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സ്പോട്ടിലേക്ക് അമേരിക്കൻ സാറ്റലൈറ്റ് സിഗ്നൽ വന്ന് ആ സ്പോട്ടിലേക്ക് ആക്രമണം വരുന്നതുകൊണ്ട് പെട്ടെന്ന് മൊബൈൽ ലോഞ്ചറുകൾ അത് മാറ്റും. ഇങ്ങനെ ഇപ്പോഴും 2000 അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് 2000-ഓളം മൊബൈൽ ലോഞ്ചറുകൾ ഇറാൻ ഇപ്പോഴുമുണ്ട്. 1500 മിസൈലുകളും 2000 ലോഞ്ചറുകളും ഉണ്ട് എന്ന് പറയുമ്പോൾ മിസൈൽ സിസ്റ്റംസ്, അതുമാത്രമല്ല ഒറ്റ മിസൈൽ, ഇത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യത്തിലാണ്. ക്രൂസ് മിസൈലുകളുണ്ട്, ഡ്രോണുകളുടെ വൻപൻ ശേഖരം ഇപ്പോഴുമുണ്ട്. ആ ഡ്രോണുകൾ പലപ്പോഴും നമുക്കറിയാമല്ലോ, ഈ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉൾപ്പെടെ ഉപയോഗിച്ച ഡ്രോണുകളുടെ പലതും ഇറാൻ നിർമ്മിതമായിരുന്നു. ഇപ്പോൾ റഷ്യൻ നിർമ്മിത ഡ്രോണുകൾ, ഇതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റഷ്യ വൻതോതിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. ആളില്ല വിമാനങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇപ്പോൾ പൂർണ്ണതോതിൽ വൻതോതിലാണ് ഇറാൻ ഇപ്പോൾ ഈ 6 ആഴ്ചക്കുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിൽ ഡ്രോണുകളുടെ ഒരു വലിയ ശേഖരം ഇതിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ ചെയ്ത് ആക്രമണത്തിൽ തകർന്നതോ ഭാഗികമായി തകർന്നതോ ആയ കാര്യങ്ങൾ റിട്രീവ് ചെയ്ത് അറ്റകുറ്റപ്പണി ചെയ്ത് അതും സജ്ജമാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് അമേരിക്കൻ ഇൻ്റലിജൻസിന് ലഭിക്കുന്നത്. 7 കാറ്റഗറി ഓഫ് വെപ്പൺസ്, ഇതൊന്നും തന്നെ വിമാനങ്ങളുടെ കാര്യമല്ല, കപ്പലുകളുടെ കാര്യമല്ല. അപ്പം വ്യോമ പ്രതിരോധം, വ്യോമ ആക്രമണം പൂർണ്ണമായി മിസൈൽ ആൻഡ് ഡ്രോൺ സിസ്റ്റത്തിലേക്ക് ഇറാൻ തിരിക്കണം. അത് മാത്രമാണ് ഏക ആശ്രയം ഇറാനെ സംബന്ധിച്ചിടത്തോളം. കപ്പലുകൾ ഒരു രീതിയിലും പിടിച്ചു നിൽക്കാനാവില്ല. കപ്പലുകൾ, അന്തർവാഹിനികൾ ചിലതുണ്ട്, അതൊക്കെ ഭാഗികമായി ഉപയോഗിക്കപ്പെടും. മൈൻ വിതറാൻ ഉള്ള കപ്പലുകളുണ്ട്, മൈൻ വാരിക്കപ്പലുകളുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ വൾണറബിളാണ്, അമേരിക്കൻ ആക്രമണത്തിൽ പൊലിഞ്ഞു പോകാം. പക്ഷേ മിസൈലുകൾ ഉള്ളിടത്തോളം കാലം ഗൾഫ് മേഖലയെ മുഴുവൻ മുൾമുനയിൽ നിർത്താൻ ഇറാൻ ഇപ്പോഴും കഴിയുന്നു. 7 തരം മിസൈലുകൾ നമുക്ക് ഓട്ടപ്രദർശനം നടത്തും. ഇറാൻ വീണ്ടും സൃഷ്ടിച്ചെടുക്കുന്ന, ഇപ്പോൾ ഉപയോഗത്തിലുള്ളതും ചിലതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ടാങ്ക് വേധ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, കാരണം ടാങ്ക് യുദ്ധം നടന്നിട്ടില്ല. ഒരൊറ്റ ടാങ്ക് പോലും ഇറാൻ്റെ മണ്ണിലേക്ക് അമേരിക്കൻ ടാങ്കുകൾ, പാറ്റൻ ടാങ്കുകൾ ഉൾപ്പെടെ പ്രവേശിച്ചിട്ടില്ല. പക്ഷേ ഉപയോഗിക്കേണ്ടി വന്നാൽ, കരയുദ്ധത്തിലേക്ക് വന്നാൽ ഉപയോഗിക്കേണ്ട മിസൈലുകൾ ഉൾപ്പെടെ, ടാങ്ക് വേധ മിസൈലുകൾ ഉൾപ്പെടെ ഇവിടെ പരിഗണിക്കപ്പെടുന്നു. അവയുടെ ശേഖരം നമുക്ക് പെട്ടെന്നൊരു ഓട്ടപ്രദർശനം നടത്താം. ഷഹീദ് മിസൈലുകൾ, ഷഹീദ് 136 ഡ്രോണുകളാണ്, മിസൈലുകൾ അല്ലാതെ ഡ്രോണുകളാണ്. ഇതിനെ പറയുന്നത് കാമക്കേസി ഡ്രോണുകൾ എന്നാണ്. കാമക്കേസി എന്ന് പറയുന്നൊരു ജാപ്പനീസ് പ്രയോഗമാണ്. അതായത് വിമാനങ്ങൾ, പൈലറ്റ് ഉൾപ്പെടെ വിമാനങ്ങൾ പറത്തി അവ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളിലേക്ക് നേരിട്ട് ഇടിച്ചിറങ്ങി ആത്മാഹുതി വരിക്കുന്നതാണ് കാമക്കേസി ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ആളില്ലാ വിമാനങ്ങൾക്കാണ്, അല്ലെങ്കിൽ വിമാനങ്ങളെന്നല്ല ഡ്രോണുകൾക്കാണ് ഇറാൻ കാമക്കേസി ഡ്രോണുകൾ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന തരത്തിലുള്ള ഡ്രോണുകളുണ്ട്, ഹ്രസ്വദൂര ഡ്രോണുകളാണ്. അത് ഷഹീദ് കാറ്റഗറിയിലുള്ള ഡ്രോണുകൾ ഇപ്പോൾ വലിയ ശേഖരം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ എണ്ണം ആഴ്സനൽ ചേർക്കുകയാണ്. രണ്ടാമത്തേത് ഫത്ത സീരീസ് ഓഫ് ബാലിസ്റ്റിക് മിസൈൽസ്. ഫത്ത സീരീസ് മിസൈലാണ് ഇറാൻ്റെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന മിസൈലുകൾ. അത് ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ്. ആ മേഖലയിൽ കടന്നു വരുന്ന, അത് കടലിലേക്ക്, ഹോർമൂസിലേക്കൊക്കെ എയിം ചെയ്യാൻ കഴിയുന്ന മിസൈൽ സംവിധാനമാണ്. നല്ലൊരു ശേഖരം ഫത്ത മിസൈലുകൾ ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആണ്, ഇറാനിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ്, ഇറക്കുമതി ചെയ്യുന്നതല്ല. ഫത്ത മിസൈലുകളുടെ രണ്ടാമത്, അതിൻ്റെയും ഉത്പാദനം തകൃതിയായി നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. മൂന്നാമത്തെ ഖുദ്സ് ക്രൂയിസ് മിസൈലാണ്. അത് ബാലിസ്റ്റിക്കൽ ക്രൂയിസ് മിസൈലുകളാണ്. ആ ക്രൂസ് മിസൈലുകൾ ഗൾഫ് മേഖലയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന ഖുദ്സ് മിസൈലുകൾ. ഇത് കാര്യമായി ഉപയോഗിക്കപ്പെട്ടതായി അറിയില്ല, പക്ഷേ അതിൻ്റെ ഒരു ശേഖരം ഉണ്ട്. എണ്ണത്തെക്കുറിച്ച് കൃത്യത ഇല്ലാത്തത് കൊണ്ട് പറയാനാവില്ല. അതൊക്കെ വൻതോതിൽ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക്, ഇപ്പോൾ ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാം എന്ന നിലയിലാണ് ട്രംപിൻ്റെ അടിക്കടി ഉണ്ടാകുന്ന പ്രസ്താവനകൾ. ചർച്ചകൾ തകർന്നു കഴിഞ്ഞാൽ യുദ്ധം മാത്രമേ ഉള്ളൂ പരിഹാരം. യുദ്ധമൊരിക്കലും പരിഹാരമല്ല എന്നത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ യുദ്ധം മാത്രമാണ് പരിഹാരം എന്നതാണ് ട്രംപിൻ്റെ നിശ്ചയദാർഢ്യം. അതങ്ങനെ പൊയ്ക്കോട്ടെ. പക്ഷേ അങ്ങനെയെങ്കിൽ ഖുദ്സ് മിസൈലുകൾ വ്യാപകമായി ഇനി ഉപയോഗിക്കാൻ, ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പിന്നെയുള്ളത് നാലാമത്തെ കാറ്റഗറിയാണ് സൗമാർ ആൻഡ് പവേഹ് തരം മിസൈലുകൾ. അതൊരു കാറ്റഗറി മിസൈലുകളാണ്, അതും ക്രൂസ് മിസൈലുകളാണ്. സാമാന്യം ലോങ് റേഞ്ച് മിസൈലുകളാണ്. ദീർഘ ലക്ഷ്യങ്ങളെ അത് കാര്യമായി വേണ്ടി വരില്ല. കാരണം ദീർഘലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് 3000 കിലോമീറ്ററൊക്കെ മുകളിലുള്ളതാണ് ദീർഘദൂര ലക്ഷ്യങ്ങൾ.
ആ ലക്ഷ്യങ്ങൾ കാര്യമായി ഉണ്ടാവില്ല. കാരണം പേർഷ്യൻ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലേക്കായിരിക്കും കൂടുതലായി ഇറാൻ ആക്രമണം നടത്തുന്നത്. നോക്കൂ, അങ്ങ് അകലെയുള്ള ഡീഗോ ഗാർഷ്യയിലേക്ക് വരെ 4000-5000 കിലോമീറ്റർ തെക്ക് മാറിക്കിടക്കുന്ന ഡീഗോ ഗാർഷ്യയിലേക്കും അതുപോലെ സൈപ്രസ് ദ്വീപിലേക്കും അങ്ങ് ഇറാൻ ഇസ്രയേലിനെ പടിഞ്ഞാറ് കിടക്കുന്ന മധ്യധരണ്യാഴിയിൽ സ്ഥിതി ചെയ്യുന്ന സൈപ്രസിലേക്കും ഉൾപ്പെടെ ഇറാൻ പ്രതീകാത്മകമായി മിസൈലുകൾ അയച്ചു എന്ന് പറയുമ്പോൾ ഈ കാറ്റഗറി ഓഫ് മിസൈലുകൾക്ക് ഒരു പ്രതീകാത്മക വാല്യൂ ഉള്ള കാര്യമായ നാശനഷ്ടങ്ങൾ, ലോങ് റേഞ്ച് ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കാനുള്ള കേപ്പബിലിറ്റി ഒരുപക്ഷെ ഇറാൻ ഉണ്ടാവില്ല. അത് ആകാശത്ത് വെച്ച് തന്നെ തടയപ്പെടും എന്നതുകൊണ്ടാണ്, അല്ലാതെ ലക്ഷ്യം തെറ്റി വീഴുന്നു എന്നത് മാത്രമല്ല. അഞ്ചാമത്തെ കാറ്റഗറി തൂഫാൻ മിസൈലുകൾ എന്നതാണ് ഇറാൻ വിളിക്കുന്നത്. ദലാവി എന്ന് പറയുന്ന മറ്റൊരു തരം മിസൈലുകൾ, ആൻറ്റി ടാങ്ക് മിസൈലുകളാണത്. തൂഫാൻ മിസൈലുകളും ദഹ്ലവി എന്ന് പറയുന്ന മിസൈലുകളും ടാങ്ക് വേധ മിസൈലുകളാണ്. വളരെ ഷോർട്ട് റേഞ്ചിൽ ഉപയോഗിക്കാവുന്ന മിസൈൽ സംവിധാനമാണ്. കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മിസൈലുകളുടെ ഒരു ശേഖരം ഇറാനുള്ളത് കൊണ്ട് ഏത് നിമിഷവും കരയുദ്ധം തുടങ്ങാം. അവരതുകൊണ്ടാണ് വി ആർ വെയിറ്റിംഗ് ഫോർ എ ലാൻഡ് വാർ, കരയാക്രമണം കയറി വരട്ടെ അമേരിക്കൻ ടാങ്കുകൾ, ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് ഇറാൻ പറയുന്നത്. ഈ മിസൈലുകൾ കൈവശം വെച്ചിട്ടാണ്. അടുത്ത ആറാമത്തെ കാറ്റഗറി ഓഫ് മിസൈൽസ് ആണ് സൊൽഫ്ഗാർ, അതൊരു കാറ്റഗറി. അതുപോലെ ഡെസ്ഫുൾ എന്ന് പറയുന്ന മിസൈലുകൾ, ഇത് ബാലിസ്റ്റിക് മിസൈലുകളാണ്. 700 മുതൽ 1000 കിലോമീറ്റർ വരെ ലക്ഷ്യം ഉള്ള അല്ലെങ്കിൽ ദൈർഘ്യമുള്ള മിസൈലുകളാണ്. അതായത് പേർഷ്യൻ സാഗ്രോസ് മലനിരകളിൽ അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫിന് ഒരുപക്ഷെ ഖത്തറിലോ ബഹ്റൈനിലോ UAE-യിലോ ഒമാനിലോ കുവൈത്തിലോ വീഴാൻ കഴിയുന്ന, സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗങ്ങളിലും വീഴാൻ കഴിയുന്ന മിസൈൽ സംവിധാനമാണ്. അതിൻ്റെയും ഒരു ശേഖരമുണ്ട്. പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിന് ഫാസ്റ്റ് ലോഞ്ചിങ് ആണ് അതിൻ്റെ പ്രത്യേകത. വളരെ പെട്ടെന്ന് ലോഞ്ച് ചെയ്യാൻ കഴിയും. സാമാന്യം നല്ല ആക്യുറസിയുള്ള 700 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ സാമാന്യം നല്ല ആക്യുറസി ലഭിക്കാം. അത് ഇസ്രയേൽ വരെ എത്താനുള്ള ഒരുപക്ഷെ ഡിസ്റ്റൻസ് അവിടെ ഉണ്ടാവില്ല എന്നതുകൊണ്ട് ഇസ്രയേലിന് ഭീഷണി ഉണ്ടാവില്ല, ആ റേഞ്ച് ഉണ്ടാവുന്നില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾക്ക് ഭീഷണി തന്നെയാണ് ഈ കാറ്റഗറി ഓഫ് മിസൈൽസ്. ഏഴാമത്തെ കാറ്റഗറി, ഞാൻ ഒരുപാട് കാറ്റഗറി ഉണ്ട്, ഇനിയും കാറ്റഗറി ഉണ്ട്, പക്ഷെ ഞാൻ 7 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തു എന്ന് മാത്രം. ഖദർ മിസൈലുകൾ, അതുപോലെ ഇമാദ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഇത് രണ്ടും ഒരു സമാന കാറ്റഗറിയാണ്. ബാലിസ്റ്റിക് മിസൈലുകളാണ്, മീഡിയം റേഞ്ച് മിസൈലുകളാണ്. അത് 1600 മുതൽ 1800 കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള മിസൈലുകൾ ഇസ്രയേലിനെ ഹിറ്റ് ചെയ്യാൻ കഴിയും. സൗദി അറേബ്യയുടെ അങ്ങ് പടിഞ്ഞാറ് മേഖല വരെ, ചെങ്കടൽ തീരം വരെ ഒരുപക്ഷെ എത്താൻ കഴിയുന്ന, ഇച്ചിരൂടെ സ്ട്രെച്ച് ചെയ്താൽ എത്താൻ കഴിയുന്ന മിസൈൽ സംവിധാനമാണിത്. ഷോർട്ട് റേഞ്ച് അല്ല, ഒരു മീഡിയം റേഞ്ചായി വരും. അപ്പോൾ ഇതെല്ലാം തന്നെ ഇറാൻ്റെ ശേഖരത്തിലുണ്ട്. ഇതെല്ലാം വലിയ തോതിൽ അറ്റകുറ്റപ്പണികൾ നടത്തി എണ്ണയൊക്കെ പുരട്ടി സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. അമേരിക്കൻ ആക്രമണം ഇനിയും ഉണ്ടായാൽ വലിയ തോതിൽ തകരും. പക്ഷേ ഇനി ഞാൻ അടിവരയിട്ട് പറയുന്നു, ഡീസെൻട്രലൈസ്ഡ് ആണ്. എല്ലാം അട്ടിയടുക്കി ഒരു ഗുഹയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയല്ല. 31 സ്ഥലങ്ങളിലും ഈ മിസൈലുകളുടെ ശേഖരമുണ്ട്. 31 പ്രവിശ്യകളിലും ഇതുണ്ട്. എല്ലായിടത്തും പോയി കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തി ഓരോന്നോരോന്നും മാളത്തിൽ നിന്നും ചികഞ്ഞെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഒരു കരയുദ്ധം തന്നെ വേണ്ടി വരും അതിന്. ആ കരയുദ്ധത്തിന് ഇപ്പോഴും അമേരിക്ക തയ്യാറല്ല. ഒരു ഫൈനൽ പുഷ് എന്ന ഒരു ഏറിയൽ ആക്രമണമായിരിക്കും അമേരിക്കയുടെ പദ്ധതിയായി ഉള്ളത്. പക്ഷേ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഒട്ടും ശുഭസൂചനമല്ല. ഇറാന്റെ മിസൈൽ കേപ്പബിലിറ്റി പൂർണ്ണമായി നശിപ്പിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇസ്രയേലിന് കുറച്ചുകൂടി കൃത്യമായ വിവരമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രയേൽ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. പോരാ, നമ്മൾ ഒന്നിച്ചു നിന്ന് ഒരിക്കൽ കൂടി ആക്രമണം നടത്തി ഇറാന്റെ വ്യോമ കപ്പാസിറ്റിയെ, മിസൈൽ കപ്പാസിറ്റിയെ പൂർണ്ണമായും തകർക്കേണ്ടതുണ്ട് എന്ന് ഇസ്രയേലിന്റെ വാദത്തിന് അടിവരയിടുന്ന തെളിവുകളാണ് ഇപ്പോൾ ഈ രൂപത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്.